മുതലപ്പുഴ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ തയ്യാറാക്കി നൽകുന്ന DPR പഠിച്ച ശേഷം നടപടിയെടുക്കുമെന്ന് കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി ജോർജ് കുര്യൻ. മുതലപ്പുഴ സന്ദർശിച്ച ശേഷം മത്സ്യത്തൊഴിലാളി സംഘടനാ പ്രതിനിധികളായും നാട്ടുകാരുമായും മന്ത്രി ചർച്ച നടത്തി. മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ പരിശോധിക്കുമെന്ന് ജോർജ് കുര്യൻ പറഞ്ഞു. മുതലപ്പുഴ വിഷയത്തിലാണ് സംസ്ഥാന സർക്കാർ തയ്യാറാക്കി നൽകുന്ന DPR പഠിച്ച ശേഷം നടപടിയെടുക്കുമെന്ന് കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി കൂടിയായ ജോർജ് കുര്യൻ പറഞ്ഞിരിക്കുന്നത്. മുതലപ്പുഴ സന്ദർശിച്ച ശേഷമാണ് മത്സ്യത്തൊഴിലാളി സംഘടനാ പ്രതിനിധികളുമായും അദ്ദേഹം നാട്ടുകാരുമായും ചർച്ച നടത്തുകയുമുണ്ടായിരുന്നു. മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ പരിശോധിക്കുമെന്ന് ജോർജ് കുര്യൻ പറയുകയുണ്ടായി. വിഴിഞ്ഞമെന്ന സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ മുതലപ്പുഴ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ തയ്യാറാക്കി നൽകുന്ന DPR പഠിച്ച ശേഷമാണ് കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി ജോർജ് കുര്യൻ നടപടിയെടുക്കുമെന്ന ഉള്ള ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. മുതലപ്പുഴ സന്ദർശിച്ച ശേഷം മത്സ്യത്തൊഴിലാളി സംഘടനാ പ്രതിനിധികളായും നാട്ടുകാരുമായും അദ്ദേഹം ചർച്ച നടത്തുകയുണ്ടായി. മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളും പരിശോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, മുതലപ്പുഴ വിഷയത്തിലാണ് സംസ്ഥാന സർക്കാർ തയ്യാറാക്കി നൽകുന്ന DPR പഠിച്ച ശേഷം നടപടിയെടുക്കുമെന്ന് ജോർജ് കുര്യൻ പറഞ്ഞിരിക്കുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? മുതലപ്പുഴയിലെ ഏറ്റവും അപകട മേഖലയായ പൊഴുമുരുപ്പ് സന്ദർശന ശേഷമായിരുന്നു അദ്ദേഹം ഈ യോഗത്തിൽ പങ്കെടുത്തത്. യോഗത്തിൽ മത്സ്യത്തൊഴിലാളി സംഘടനാ പ്രതിനിധികളും ഒപ്പം പ്രദേശവാസികളും പള്ളി വികാരികളും അടക്കമുള്ളവർ പങ്കെടുത്തു. അതോടൊപ്പം തന്നെ ഫിഷറീസിന്റെ കേന്ദ്ര സംസ്ഥാന വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും പങ്കെടുത്തിരുന്നു. ഈ യോഗത്തിന് ശേഷമാണ് ജോർജ് കുര്യൻ ഈ DPR പഠനം സർക്കാർ ഒരു മാസത്തിനകം DPR തയ്യാറാക്കി നൽകും. ആ DPR പഠനത്തിൽ പഠിച്ച വിദഗ്ധ സംഘം പരിശോധന നടത്തിയ ശേഷം മുതലപ്പുഴയിലെ പ്രശ്നങ്ങൾക്കുള്ള ശാശ്വത പദ്ധതി പൂർണ്ണമായി നടപ്പിലാക്കുമെന്നുള്ളതാണ്. 60% എന്നിങ്ങനെയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഈ പദ്ധതിയിൽ മുതൽമുടക്കിനായി വരിക. ഇത് നൽകാമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ, അങ്ങനെയുള്ള പരിഗണനകളൊന്നുമില്ലാതെ ഈ ജനങ്ങളുടെ പ്രശ്നം പരിഗണിക്കുകയാണ് അടിയന്തര പ്രാധാന്യം നൽകുന്നതെന്ന് ജോർജ് കുര്യൻ ഈ യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധേയമാണ്, അദ്ദേഹം അധികാരം വേണ്ടിയിട്ട് ഒരു മാസം തന്നെയാണ് ആയിട്ടുള്ളൂ. അതിനിടയിൽ 4 യോഗങ്ങൾ ഈ വിഷയത്തിൽ അദ്ദേഹം വിളിച്ചിട്ടുണ്ട്. അതിനൊടുവിലാണ് ഇത്തരം ഒരു സന്ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിനാണ് ശരി. തന്നെയാണ്. മുതലപ്പുഴ സന്ദർശിച്ച ശേഷം മത്സ്യത്തൊഴിലാളി സംഘടനാ പ്രതിനിധികളായും നാട്ടുകാരുമായും അദ്ദേഹം ചർച്ച നടത്തുകയുമുണ്ടായി. മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ പരിശോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിവരങ്ങളാണ് പ്രജിത് മോഹനൻ നൽകിക്കൊണ്ടിരുന്നത്.